പൈങ്കിളി കണ്ടു. ചുമ്മാ ഒരു പൈങ്കിളി പടം അങ്ങനെ പറഞ്ഞ് ഒതുക്കാൻ പറ്റില്ല. മനസ്സ് തുറന്ന് ചിരിക്കാനും ചിന്തിക്കാനും പറ്റിയ നല്ല അടിപൊളി പടം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഒരുപാട് നല്ല നല്ല തിയേറ്റർ മൊമെൻറ്റ്സ് ഉണ്ട്. തിയേറ്ററിൽ പോയിട്ട് ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കാനുള്ള വകയുണ്ട്. നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ആവേശം ടീമിൻ്റെ പടമാണ് പൈങ്കിളി എന്ന് വേണമെങ്കിൽ പറയാം. ജിത്തു മാധവൻ തിരക്കഥ രചിച്ചിരിക്കുന്ന പൈങ്കിളി സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീജിത്ത് ബാബുവാണ്. കാസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം, അഴിഞ്ഞാടിയിരിക്കുന്ന കഥാപാത്രം സജിൻ ഗോപുവാണ്. അത് കഴിഞ്ഞാൽ അനശ്വരയുണ്ട്, ഷാനവാസുണ്ട്, ചന്തു സലീം കുമാറുണ്ട്, അബു സലീമുണ്ട്, ജിസ്മ വിമലുണ്ട്. നല്ലൊരു ക്യാരക്ടറാണ് കേട്ടോ. ജിസ്മയ്ക്ക് കരിയറിൽ കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ സിനിമ കണ്ടിറങ്ങിയ ശേഷം സലീം കുമാറിൻ്റെ മകൻ കൂടിയായ ഈ സിനിമയിൽ ഒരു മികച്ച വേഷം ചെയ്തിട്ടുള്ള ചന്തു സലീം കുമാർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്, ഞാനല്ല സജിൻ ഗോപുവാണ് താരം. അതായത് ആ ഉദയനാണ് താരത്തിൽ ഞാനല്ല ഉദയനാണ് താരം എന്ന് ശ്രീനിവാസൻ പറയുന്നത് പോലെ ഒരു ഡയലോഗ് കാച്ചിയായിരുന്നു. സത്യസന്ധമായ വാക്കുകൾ. സജിൻ ഗോപുവാണ് താരം. എനിക്ക് ആകെ തോന്നിയ ഒരു കല്ലുകടി, പൈങ്കിളി എന്നുള്ള സിനിമയൊക്കെ അടിപൊളിയാണ്. നല്ല വൈബ് പടം, നല്ല കോമഡിയൊക്കെയുള്ള നല്ല അസൽ എൻ്റർടൈനർ പടം തന്നെയാണ് പൈങ്കിളി. പക്ഷേ എനിക്ക് ആകെ ഈ സിനിമയിൽ എനിക്ക് കല്ലുകടിയായിട്ട് തോന്നിയത് നമ്മൾ ഈ എന്താണ് അതിനെ പറയുക, സ്റ്റാറ്റ്യൂട്ടറി വാണിങ്ങ എന്താ ഓക്കെ, എനിക്ക് എങ്ങനെ പറയും സ്റ്റാറ്റ്യൂട്ടറി. ഓക്കെ, എനിക്ക് ആകെ പൈങ്കിളി സിനിമയിൽ കല്ലുകടിയായിട്ട് തോന്നിയത്, ദഹിക്കാതെ വന്നത് ഒരേ ഒരു കാര്യമാണ്. നമ്മൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പും ഇൻ്റർവെല്ലിനൊക്കെ സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്, അങ്ങനെ തന്നെയല്ലേ, അതെ, നിയമാനുസൃതമായ സർക്കാരിൻ്റെ സന്ദേശം കാണിക്കില്ലേ. പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം, സ്മോക്കിംഗ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്, ക്യാൻസർ വരെ ഉണ്ടാക്കും എന്നൊരു പരസ്യം കാണിക്കാറില്ലേ. ആ പരസ്യത്തെ ഈ സിനിമയിൽ കളിയാക്കിയ പോലെ തോന്നി. കാരണം ഒരുമാതിരി കോമഡി പോലെ ആ പരസ്യം അവതരിപ്പിച്ചത് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം അതൊരു കോമഡി വിഷയമല്ല. ഒന്നാമത് ഇന്നത്തെ കാലത്ത് ലഹരിയും മറ്റും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എത്രത്തോളമാണെന്ന് നമുക്കറിയാം. ഇന്നത്തെ കാലത്തെന്നല്ല, എന്നത്തെ കാലത്തും ഇതൊക്കെ കോമഡി വൽക്കരിക്കേണ്ട ഒരു കാര്യമല്ല. പിന്നെ സംവിധായകനും ഈ സിനിമയിൽ അഭിനയിക്കുന്നവർക്കും ലഹരി ഒരു അവിഭാജ്യ ഘടകമാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ കാണിച്ചതാണ് എന്ന് കരുതി വേണമെങ്കിൽ സമാധാനിക്കാം. എന്തായാലും പൈങ്കിളി സിനിമയിൽ എനിക്ക് കല്ലുകടിയായിട്ട് തോന്നിയത് സജിൻ ഗോപു ആ സ്റ്റാറ്റ്യൂട്ടറി, അങ്ങനെ തന്നെയല്ലേ, അല്ല, സജിൻ ഗോപു ആ സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് ആയിട്ട് നിയമാനുസൃതമായ സർക്കാരിൻ്റെ സന്ദേശം ഒരുമാതിരി കോമഡി ടൈപ്പാക്കാൻ. ഇനിയിപ്പോൾ പറയും എന്താണ് കോമഡി, അതങ്ങനെ ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്, അത് ഇത്തിരി പതുക്കെ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറയും. അതെന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് എനിക്കൊരു കല്ലുകടിയായിട്ടും ദഹിക്കാതെയും തോന്നിയത്. അതത്ര കോമഡി അല്ല. സീനുകൾ ഒരുപാടുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം നല്ലൊരു സിനിമയാണ്. പിന്നെ ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന സിനിമകളിൽ പൊതുവെ ഈ ലഹരിപരമായ കാര്യങ്ങൾ, അതിപ്പോൾ ലിക്കർ ഡ്രിങ്കിങ് ആയാലും സ്മോക്കിംഗ് ആയാലും ഒക്കെ ഭയങ്കര മഹത്വവൽക്കരിക്കുന്നത്, എന്തോ ഭയങ്കര മാസ് പോലെയൊക്കെയാണ് കാണിക്കുന്നത്. അത് സംവിധായകൻ അത് ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കാം എന്ന് ഞങ്ങൾ കരുതിക്കോളാം. പക്ഷേ ഇതൊന്നും മഹത്വവൽക്കരിക്കേണ്ട കാര്യങ്ങളല്ല എന്ന് പേഴ്സണലി ഞാൻ പറയുവാണ്. എൻ്റെ അഭിപ്രായത്തിന് ഇനി വാല്യൂ കൊടുക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് പൈങ്കിളി സിനിമയിൽ നിങ്ങൾ ആ കാണിച്ചത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ലിജോ ജോസ് പെല്ലിശ്ശേരി, ജിത്തു മാധവൻ ഇവരൊക്കെ നല്ലോണം സ്മോക്ക് ചെയ്യുന്ന, ചിലപ്പോൾ ഡ്രിങ്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ നിങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ ഈ സിനിമയിലെ നിയമാനുസൃതമായ സന്ദേശങ്ങളെപ്പോലും ഇത്തരത്തിൽ ഒരുമാതിരി ആക്ഷേപഹാസ്യ രീതിയിൽ അവതരിപ്പിക്കുന്നത് ഒരുമാതിരി ചെറ്റത്തരമാണ്. ദയവേത് അതിനി ആവർത്തിക്കരുത്. നിങ്ങളുടെ മക്കളെ വിചാരിച്ചെങ്കിലും, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കേൾക്കുകയുള്ളൂ, ഇനി വരും തലമുറയെ വിചാരിച്ചെങ്കിലും ഇത് ഈ തലമുറയിൽപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്, ഇനി അമ്മാതിരി കോമഡി പരിപാടിയായിട്ട് ഇത്തരത്തിൽ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ കാണിക്കരുത്. ശ്രീമാൻ ലിജോ ജോസ് പെല്ലിശ്ശേരി പറഞ്ഞിട്ടുണ്ട്, ഈ ലിക്കർ ഡ്രിങ്കിങ് അതുപോലെ സ്മോക്കിങ് ഇതിനെതിരായുള്ള കേന്ദ്ര സർക്കാർ പരസ്യങ്ങളൊക്കെ സിനിമയിൽ എന്തിനാണ് കുത്തിക്കയറ്റുന്നത്, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, സിനിമയിലെ സ്വാതന്ത്ര്യമല്ലേ, അതല്ലേ ഇതല്ലേ, പിന്നെ ഒരാൾ സ്മോക്ക് ചെയ്യുമ്പോഴോ ഒരാൾ ഡ്രിങ്ക് ചെയ്യുമ്പോഴോ ഒക്കെ എന്തിനാണ് എഴുതി കാണിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതൊക്കെ ഭയങ്കര ശക്തമായി ആഞ്ഞടിച്ചിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ശരി തന്നെ, നിങ്ങളുടെ ഗതികേടായിരിക്കാം,
അങ്ങനെ പരസ്യങ്ങളും മറ്റൊക്കെ ഫിറ്റ് ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ വാണിംഗ് ഒക്കെ എഴുതി കാണിക്കേണ്ടി വരുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഗതികേട് ഉള്ളപ്പോൾ തന്നെ ആ ഗതികേടിനെ ഒരുമാതിരി പരിഹസിക്കരുത്. നിങ്ങൾക്ക് കലാപരമായ ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ന്യായങ്ങൾ ഇതിൽ വേണേൽ പറയാം. പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ചതും നിങ്ങൾ എന്ത് പ്രവൃത്തിയാണ് ആ കാണിച്ച് വെച്ചിരിക്കുന്നതെന്നുള്ളതും സാമാന്യം ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇനി അമ്മാതിരി ചെറ്റത്തര പരിപാടികളൊന്നും കാണിക്കരുത്. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. പക്ഷേ പൈങ്കിളി എന്നുള്ള സിനിമ അടിപൊളി സിനിമയാണ്. നല്ല കോമഡി എൻ്റർടൈനറാണ്. കുറേ ചിരിച്ചു കുറേ കാലങ്ങൾക്ക് ശേഷം. സജിൻ ഗോപു ഹാറ്റ്സ് ഓഫ്. അടിപൊളി പെർഫോമൻസ്. അനശ്വര പിന്നെ പറയണ്ട, അനശ്വരമായ പ്രകടനം, ഒരു രക്ഷയില്ല. നല്ലൊരു പടമാണ്. കൊടുത്ത കാശ് മുതലാണ്, അതുക്കും മേലെയാണെന്നൊക്കെ പറയാം. അടിപൊളിയാണ്. ഓക്കെ.